പവറില്ല വണ്ടിക്ക്, ഫാമിലി 7 സീറ്റർ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓക്കെ, സൈഡ് പ്രൊഫൈലിൽ മെയിനായിട്ട് നമുക്ക് കാണുന്ന പോലെ ഗ്രാഫിക്സ് ആണ്. അതിൽ നമ്മൾ മെയിനായിട്ട് പെർഫോമൻസ് ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റേജ് 1+ ട്യൂൺ ചെയ്തിട്ടുണ്ട് വണ്ടി. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റേജ് 1+ ട്യൂൺഡ് സുസുക്കി എർട്ടിഗയാണ്. നമ്മൾ എർട്ടിഗ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫാമിലി കാറാണ് എല്ലാവരുടെ മുമ്പിലേക്കും വരുന്നത്, അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിലേക്കും ആ ഒരു രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം എർട്ടിഗ ഒരു 7 സീറ്റർ വണ്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും കുറച്ച് ഫാമിലിക്ക് കുറച്ച് കംഫർട്ടായിട്ട് പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും കണ്ടു കാണും, ഒരു ഇൻഡോനേഷ്യൻ സ്പെക്കിലുള്ള വാഹനങ്ങൾ, അത് എർട്ടിഗ ഒക്കെ മോഡിഫൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ ചെയ്തിട്ടു എർട്ടിഗ ഞാനും കണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ റീലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്പെക്കിലാണ് നമ്മുടെ ഈ ഒരു വാഹനം, അത് ഈ ഒരു എർട്ടിഗ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനങ്ങനെ നിലവിൽ കേരളത്തിൽ ഇതുപോലൊരു വാഹനം ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫാമിലി കാർ എന്നതിലുപരി ഈ ഒരു എർട്ടിഗയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഓണർ നമ്മുടെ സ്ഥലത്തില്ല. ആ പുള്ളിയുടെ ഒരു കസിൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ട്. ബ്രോ, ഹായ് ബ്രോ. യെസ്, എന്നാ വിശേഷം? സുഖം. എങ്ങനെ പോകുന്നു പരിപാടികൾ? എല്ലാം ഭംഗിയായി പോകുന്നു. അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് അധികം വെച്ച് കിട്ടാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? അതെ. ഓക്കെ ബ്രോ, ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് അജ്മൽ, BBA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. വണ്ടിയുടെ ഓണറുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ വണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നതും അജ്മലാണോ? അതെ അതെ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് പറഞ്ഞു തരാനും പറ്റുമായിരിക്കും അല്ലേ? അതെ, പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ സമയത്തേക്ക് അജ്മൽ കൂടെ ഉണ്ടായിരുന്നോ? ഓൾമോസ്റ്റ് എല്ലാ പാർട്ടിലും പണി ചെയ്യിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അല്ലേ? ഫ്രണ്ട് പ്രൊഫൈൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഹുഡ് CF റാപ്പാണ്, കാർബൺ ഫൈബർ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഫുൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നമ്മുടെ ഗ്രില്ലും ഈ ബാഡ്ജസും പിന്നെ ഈ താഴെ വരുന്ന ഈ ഒരു പോർഷൻ എല്ലാം ക്രോമാണ് വരും, അതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അത് അത്രേ ഉള്ളൂ, അധികം മിനിമലായിട്ട് ചെയ്തിട്ടുള്ളൂ ഒരുപാട്. ഓക്കെ, ആ ഒരു ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ? അതെ അതെ. അതിന് പിന്നെ മെയിനായിട്ട് നമുക്കിനകത്ത് ചെയ്തേക്കുന്ന പെർഫോമൻസ് ആയിട്ടാണല്ലോ, അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്കെന്താ സൈഡ് പ്രൊഫൈലിലേക്ക് പോയാലോ? പോകുമ്പോൾ. യെസ്. ഓക്കെ അജ്മൽ ബ്രോ, അപ്പോൾ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഓക്കെ, സൈഡ് പ്രൊഫൈലിൽ മെയിനായിട്ട് നമുക്ക് കാണുന്ന പോലെ ഗ്രാഫിക്സ് ആണ്. അതൊരു ആര് കണ്ടാലും ഫസ്റ്റ് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവം ഗ്രാഫിക്സ് ആണ്. ഇത് നമ്മൾ ശരിക്കും ഒരു ഇൻഡോനേഷ്യൻ സ്പെക് കാറുകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തൊരു റാപ്പാണ്. അതെ, സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് എടുത്ത് കാണിക്കുക ഒരു റാപ്പാണ്. ഓക്കെ, അതെ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയെ യുണീക്ക് ആക്കുന്നതും ഈ ഒരു റാപ്പ് തന്നെയാണെന്ന് എനിക്ക്. അതെ അതെ, മെയിൻ അട്രാക്ഷൻ ഒരു പറയുകയാണെങ്കിൽ ഗ്രാഫിക്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി വണ്ടി അലോയ്സിന്റെ ഭാഗത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുള്ളൂ ഇത്രയും. കാരണം ഈ ഒരു വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈൽ ഫുള്ള് നിറഞ്ഞേക്കുന്ന രീതിയിൽ റാപ്പ് ആയതുകൊണ്ട് തന്നെ അതെ, നമ്മൾ ഫ്രണ്ട് 2 ഡോറും പിന്നെ ഒരു ക്വാർട്ടർ പാനലിലേക്കും ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് ഈ ഒരു ഗ്രാഫിക്സ്, ഇത്രയും ഭാഗം. ഓക്കെ, പിന്നെ നമുക്ക് അലോയുടെ ഭാഗത്തേക്ക് വന്നാലോ? അതെ, വരാം. അലോയ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് റേസിൻ്റെ 17 ഇഞ്ച് അലോയ്സ് ആണ്. അതിൽ നമ്മൾ സിയാറ്റിൻ്റെ 205 45 R17 ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. ലോ പ്രൊഫൈൽ ടയേഴ്സാണ് കണ്ടറിയാം. പിന്നെ നമ്മളൊരു സീറ്റ് സ്പോക്ക് ഒരു JDM ഇൻഡോനേഷ്യൻ കൈൻഡ് ഓഫ് സ്പെക്ക് ഒരു വീൽസാണിത്. അതും ഈ ഒരു കളറിൻ്റെ കൂടെ നന്നായി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നി. ഓക്കെ, അതെ ശരിയാണ്, കറക്റ്റായിട്ട് ആ ഒരു കമ്പനി. അതെ, ആ ഒരു ഔബൺ റെഡ് എന്നാണ് ഈ ഒരു പെയിൻറ്റിൻ്റെ പേര്. ആ പെയിൻറ്റിന് കൂടി ഒരു ബ്രോൺസ് വീൽസ് നമ്മൾ പൊതുവെ ഒരു എടുത്ത് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സട്ടിലാണ് ഒരുപാട്. അതെ അതെ, നമ്മളൊരു സട്ടിലായിട്ടാണ് ഉദ്ദേശിച്ചത്. കറക്റ്റായിട്ട് തന്നെ കോംപ്ലിമെൻ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സൈഡ് നോക്കി അറിയാം, നമ്മൾ വണ്ടി കസ്റ്റം ലോവറിങ് സ്പ്രിങ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഒരു പതുങ്ങി കിടക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റം ചെയ്തെടുത്താണ് ലോവറിങ് സ്പ്രിങ്സ്. നമ്മൾ ഈ ഒരു ഡോർ ഹാൻഡിൽസും പിന്നെ മിററും ഒരു ABC പില്ലേഴ്സും ഫുള്ളി ബ്ലാക്ക്ഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്രോമിയം ഫിനിഷ് ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിലില്ല, കംപ്ലീറ്റ്ലി ഡീക്രോം ചെയ്തു. അതെ, ഓക്കെ. അപ്പോൾ ആ ഒരു ബ്ലാക്കും ഈ ഒരു റെഡ് കളറും കൂടി, അതെ, ആ ഒരു തീമും പിന്നെ ഒരു വീൽസിൻ്റെ ഒരു കളറും ആ ഒരു ഗ്രാഫിക്സും മൊത്തത്തിൽ നമ്മളൊരു സൈഡ് പ്രൊഫൈൽ അതാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു ഫുള്ളായിട്ടൊരു ഡാർക്ക് ഷെയ്ഡാണ് ഫുള്ള്. അതെ അതെ അതെ, ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നാലോ? നമുക്ക് ഈ ഒരു ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളൊന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മൾ സ്പോയിലർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻഡോനേഷ്യൻ സ്പെക്
കൈൻഡ് ഓഫ് സ്പോയിലറാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റോക്കിൽ നിന്ന് റീപ്ലേസ് ചെയ്തതാണ്. ആ. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലോഗോ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാംപ്സ് കംപ്ലീറ്റ്ലി സ്മോക്ഡ് ആണ്, ലൈറ്റ് സ്മോക്കാണ്. ഓക്കെ, പിന്നെ മെയിൻലി നമ്മൾ പറയാനുള്ളത് ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഉണ്ട് ഇതിൽ. കസ്റ്റം ഹെഡേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെയിമസിൻ്റെ വാലോട്രോണിക് ആൻറ്റിക്കാൻ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആക്രോബോഗിൻ്റെ ഡുവൽ ടിപ്പ് വന്നിട്ടുണ്ട് എക്സോസ്റ്റ്. അതൊരു ഫോർജ് കാർബൺ ഫിനിഷിലൊരു റെഡ് ഫ്ലേക്ക് ഫിനിഷ് നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. ആ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കാണാൻ രസമായിട്ടുണ്ട്. അതെ അതെ, വെറൈറ്റി ഉണ്ട്. വണ്ടിയുടെ ഒരു കളറായിട്ട് അതൊരു മാച്ചും ഉണ്ട്. കാരണം എല്ലാവരും ജസ്റ്റ് ആ ഒരു കാർബൺ ഫൈബറിന്റെ ഫിനിഷുള്ള ഒരു അതെ ഇതൊരു ടിപ്പാ വെക്കാറില്ല. ഇത് ഫോർജ് കാർബൺ ആണ്. പോരാത്തതിന് നമ്മൾ ഒരു റെഡ് ഫ്ലേക്ക് ഫിനിഷ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മുടെ എക്സ്റ്റീരിയർ സൈഡ് ചെയ്തേക്കുന്നത്. അതെ, നമുക്കിനി പെർഫോമൻസ് സൈഡിലേക്ക് കടന്നാലോ? കടക്കാം. അവിടെയാണല്ലോ മെയിൻ കാര്യങ്ങൾ. അണ്ടർ ദ ഹുഡ് എന്താണെന്ന് നോക്കാം. അന്നേരം ഈ ഒരു പെർഫോമൻസ് സൈഡ് അല്ലെങ്കിൽ അണ്ടർ ദ ഹുഡ് എന്തൊക്കെയാ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. അതെ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് അറിയാം, മാരുതിയുടെ K15C 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് പെർഫോമൻസ് ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റേജ് 1+ ട്യൂൺ ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കസ്റ്റം എക്സോസ്റ്റാന്ന് പറഞ്ഞു, അല്ല ഫുൾ സിസ്റ്റം എക്സോസ്റ്റാന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മൾ കസ്റ്റം ഹെഡേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ BMCയുടെ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് എയർ ഫിൽറ്ററും ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് സൈഡിൽ പെർഫോമൻസ് എയർ ഫിൽറ്റേഴ്സും ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് അണ്ടർ ദ ഹുഡ് പറയാൻ മെയിൻലി ഉള്ളത്. ഓക്കെ, അതെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഒരു സ്റ്റേജ് 1+ ട്യൂൺ ചെയ്തേക്കെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു ട്യൂൺ ചെയ്തതിന് മുമ്പും ട്യൂൺ ചെയ്തതിന് ശേഷമുള്ള അജ്മലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? സ്റ്റേജ് ട്യൂൺ ചെയ്തതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ മെയിൻലി എനിക്ക് ഫീൽ ചെയ്തത് വണ്ടിയുടെ ഒരു ടോർക്കും പവറും എന്തായാലും ഇമ്പ്രൂവ്ഡ് ആണ്. കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുക ടോർക്കാണ്. കാരണം ഇതൊരു MP വേണമല്ലോ, ഇത് ഒരു പവർ ഓറിയൻറ്റഡ് അല്ല, കൂടുതൽ ടോർക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു 4th ഗിയറിലൊക്കെ ഇട്ടൊരു 30-40 അണ്ടർ സ്പീഡിലൊക്കെ നല്ല റോട്ടിലാണെങ്കിൽ നമ്മൾ മെല്ലെ കാല് കൊടുത്ത വണ്ടി എൻജിൻ സ്റ്റോക്ക് ആവുന്നില്ല, സുഖമായിട്ട് കയറിപ്പോവും. അതുപോലെ പവർ ഒബ്വിയസ്ലി കൂടിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു ഫിഗേഴ്സ് പറയാൻ പറ്റില്ല, കാരണം ഡയന് ഇട്ടുകൊണ്ടൊന്നുമല്ല. സ്റ്റേജ് 1+ ട്യൂൺ ചെയ്താൽ നമുക്കൊരു ഇത്ര % പവർ കൂടുതലുണ്ട്. അപ്പോൾ പെർഫോമൻസ് സൈഡ് അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ മെയിൻലി പറയാനാണെങ്കിൽ ഫ്യൂൽ എക്കോണമി ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക്. സ്റ്റേജ് 1+ ചെയ്തപ്പോൾ നമുക്ക് മുന്നേ ഒരു ലോങ് ഒക്കെ ഓടുമ്പോൾ ഒരു 15-16 ആവറേജ് മൈലേജ് കിട്ടിയിരുന്നത് ഒരു 17-18 വരെയൊക്കെ കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വാൾവ് ക്ലോസ് ചെയ്ത് നമ്മളൊരു ഗ്രാജുവലി ആക്സിലേറ്റർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് മാന്യമായി ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 17-18 ഇതിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്. അതെ, അതിന് നമ്മൾ അതെ ലോങ് ഡ്രൈവിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വാൾവ് ഓപ്പൺ ചെയ്ത് ചെറുപറ പൊട്ടിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 10 ചിലപ്പോൾ 1 ഡിജിറ്റൊക്കെ കിട്ടുള്ളൂ, അറിയാലോ. അതെ, ഒന്ന് പൊട്ടിച്ച് ഓടിക്കാനാണെങ്കിൽ നമുക്ക് അത്രയും ഡ്രോപ്പ് വരും അല്ലേ? അതെ അതെ അതെ, ആ ടൈമിൽ മാത്രമേ നമ്മൾ വാൾവ് ഓപ്പൺ ചെയ്ത് അങ്ങനെ ഓടിക്കാറുള്ളൂ. അതെ. സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇന്ത്യയിൽ സൈഡിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറയാം. നമ്മൾ ആകെ കൂടി ഈ ഒരു സീറ്റ് കവേഴ്സ് അത് മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി കംപ്ലീറ്റ്ലി നോക്കിയാൽ അറിയാം സ്റ്റോക്കാണ്. കാരണം നമ്മളൊരു ഫാമിലി യൂസ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അകത്തധികം കാണിക്കാൻ നിന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്റ്റീരിയർ ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഒരു മിനിമൽ ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതെ. അപ്പോൾ ബാക്കി എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ഇങ്ങനെ ആ ഒരു വന്ന രീതിയിൽ തന്നെ ഫുൾ ആ ഒരു അതെ അതെ ഈ ഒരു വുഡൻ ഫിനിഷും ഈ ഒരു കളേഴ്സ് എല്ലാം അതേപോലെ റീറ്റേൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിലും എർട്ടിഗയുടെ ഒരു ഇന്റീരിയർ ഭാഗം അത്യാവശ്യം പ്രീമിയം. അതെ, കണ്ടാലും അറിയാം നമുക്ക്. സ്റ്റിയറിംഗ് വീലായാലും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ്, ആംറസ്റ്റ് വരുന്നുണ്ട്. ഒരു മൊത്തത്തിൽ കണ്ടാൽ ലക്ഷറിയസ് ആണ് ഇന്റീരിയർ. അതെ. അപ്പോൾ അതുപോലെ അജ്മൽ എപ്പോഴും ഈ വണ്ടി ഓടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ എന്തെങ്കിലും? ഈ മോഡിഫിക്കേഷൻ ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മെയിൻലി ഇത് ഓടിക്കാൻ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പബ്ലിക് അറ്റൻഷൻ ആണ്. നമ്മൾ വണ്ടി പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും ഇല്ലെങ്കിലും വെറുതെ റോട്ടിൽ കൂടെ പോകുന്നുണ്ടോ ചെറിയ പിള്ളേരൊക്കെ മെയിൻലി എല്ലാവരും ഒരു കൗതുകം കൊണ്ട് വണ്ടി നോക്കും, നല്ല രീതിക്ക് നോക്കും. അതാണ് മെയിനായിട്ട് എനിക്കൊരു മോഡിഫിക്കേഷൻ അത്യാവശ്യം ഫാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഒന്നുമില്ല എർട്ടിഗ ഒന്നും ആരും മോഡിഫൈ ചെയ്യണ ഇല്ല. നമ്മള് എനിക്കൊന്നും ഇന്ത്യയിൽ തന്നെ ആരും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കേരളത്തിൽ ഫസ്റ്റ് ആണ്, അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ വേറെ ഒരു സ്പെക്കിൽ വണ്ടി ചെയ്തിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഒരു സ്പ്രിങ്സോ അല്ലെങ്കിൽ എക്സോസ്റ്റോ
ഒന്നും വേറെ വണ്ടികൾ ചെയ്ത് എർട്ടിഗകളിൽ ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല, ഞാനും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എപ്പോഴും ഒരു ദിവസം വീഡിയോ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ ഹാറൂണിനെ, വണ്ടിയുടെ ഓണർ ഹാറൂണാണ്, അപ്പോൾ പുള്ളീനെ ഞാൻ കണക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ കൊള്ളാം, ഈ ഒരു വണ്ടി എർട്ടിഗ ഒരു വെറൈറ്റി ആണ് എന്നൊക്കെ ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാനത് കണക്ട് ചെയ്ത് പുള്ളിയായിട്ട്. പുള്ളിയുടെ ഒരു വിഷനാണ് ശരിക്കും ഒരു ഇന്തോനേഷ്യൻ സ്പെക്കിൽ പണിതെടുക്കണം എന്നുള്ളത് പുള്ളിയുടെ ഒരു വിഷനായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ എർട്ടിഗയുടെ ഓണർ ഹാറൂണിൻ്റെ ബ്രദർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് കൂടി ഒന്ന് ചോദിക്കാം. ഇർഫാൻ, എന്തുകൊണ്ടാണ് ഈ ഒരു എർട്ടിഗ ചൂസ് ചെയ്തത്? ഇത് മെയിൻലി ഞങ്ങൾ ഫാമിലി യൂസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്താണ്. കാരണം നമ്മൾ ഫസ്റ്റ് വണ്ടി പറഞ്ഞ വീട്ടിലത്തെ ഫാമിലി യൂസിന് വേണ്ടി എടുത്താണ്. ഓക്കെ. അപ്പോൾ എന്നായിരുന്നു വണ്ടി എടുത്തത്? 2019 ഡിസംബറിൽ എടുത്ത വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു എർട്ടിഗ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഇർഫാൻ പറഞ്ഞ പോലെ തന്നെ ഫാമിലി യൂസ്, എല്ലാവരും എർട്ടിഗ എടുക്കുമ്പോൾ ഒന്നില്ലേ ഫാമിലി യൂസ്, ആ ഒരു രീതിയിലാണ്, ആ ഒരു കോൺസെപ്റ്റിലാണ് എല്ലാവരും എടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഒരു പെർഫോമൻസിലേക്ക് പുഷ് ചെയ്യാം, അല്ലെങ്കിൽ പെർഫോമൻസിലേക്ക് ബിൽഡ് ചെയ്യാം എന്നൊരു തോട്ടിലേക്ക് വന്നത്? അത് മെയിൻലി ഞങ്ങൾ എടുത്ത സമയത്ത് ഇത് ഇപ്പോൾ ആൾക്കാർ പറയില്ലേ, പവറില്ല വണ്ടിക്ക്, ഫാമിലി യൂസ് 7 സീറ്റർ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്, ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതെങ്ങനെ നമ്മൾ കൂടുതൽ ഇതാക്കാൻ പറ്റുക, കൂടുതൽ ഇതെങ്ങനെ ആൾക്കാരിൽ ഷോ ഒക്കെ ഇറക്കാൻ പറ്റുക, അപ്പോൾ അങ്ങനെ മാക്സിമം ഇതാക്കി എടുത്താണ്. ഓക്കെ. അപ്പോൾ എർട്ടിഗ എങ്ങനെ മറ്റുള്ളവർ മുമ്പിൽ പ്രസന്റ് ചെയ്യാം എന്നൊരു തോട്ടിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അല്ലേ? ഓക്കെ. നമുക്കൊരു ഇന്തോനേഷ്യൻ സ്പെക്ക് നമ്മൾ കണ്ടു, വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലാക്കിയ ഒരു വെറൈറ്റി ആവും. കാരണം നമ്മൾ ഇന്ത്യയിൽ ആരും ചെയ്തതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആവും, നമ്മളാവും ഫസ്റ്റ് ചെയ്യണ്ടാവുക. അങ്ങനെ ഒരു ഇതിലാക്കി ചെയ്തെടുത്താണ് എർട്ടിഗ ഈ ഒരു പെർഫോമൻസിലേക്ക് ബിൽഡ് ചെയ്യാം എന്നൊരു തോട്ടിലേക്ക് വന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ ഈ ഒരു സ്റ്റേജ് 1+ ട്യൂൺ ചെയ്ത വാഹനമാണുള്ളത്. അപ്പോൾ ട്യൂൺ ചെയ്യുന്നതിന് മുമ്പും ട്യൂൺ ചെയ്തതിന് ശേഷമുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ട്യൂൺ ചെയ്യുന്ന മുമ്പ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ 7 സീറ്റർ വണ്ടി ആരെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് എല്ലാവരും വലിയ ആരും നോക്കുക ശ്രദ്ധിക്കുക ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്തിട്ട് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇതാക്കണം, ജസ്റ്റ് റോട്ടിൽ കൂടെ പ്രസൻറ്റ് ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി നമ്മളെ. ഇപ്പോൾ വണ്ടി ഭയങ്കര നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഫെയിമായി തുടങ്ങി, എല്ലാം ചോദിച്ചു തുടങ്ങി. ഇപ്പോൾ പിള്ളേരൊക്കെ ഇൻസ്റ്റ മെസ്സേജ് അയച്ചിട്ട് ഇതൊക്കെ ഏത് വണ്ടി എങ്ങനെ ഇതാക്കുക, അങ്ങനെ ഇതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു. എക്സോസ്റ്റിന്റെ പവറും കൂടി ആയിരിക്കും അതല്ലേ മെയിൻ ആയിട്ട്, അതായിരിക്കും ആ ഒരു പോപ്സ് ആൻഡ് ബാങ്ക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കേൾക്കുന്നതുകൊണ്ടായിരിക്കും പിള്ളേർക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നുന്നത് അല്ലേ? അജുൻ ബ്രോ, അപ്പോൾ നമുക്ക് എക്സോസ് നോട്ട് കേട്ടാലോ? കേൾക്കാം. യെസ്. നമ്മുടെ നിലവിൽ വാൽവ് ഓഫാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം ബ്രോ. ഓക്കെ. അപ്പോൾ ഇതൊരു നീറ്റ് സൗണ്ടാണ്. ഇനി നമുക്ക് ആ വാൽവ് ഒന്ന് ഓൺ ആക്കിയിട്ട് ആ റെമസിൻ്റെ എക്സോസ് നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എർട്ടിഗയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. എന്തായാലും ഈ ഒരു വാഹനം ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് തരാനൊക്കെ ആയിട്ടും അതുപോലെ ഇർഫാനോട് പറഞ്ഞ് നമുക്ക് വണ്ടിയൊക്കെ സെറ്റ് ചെയ്യുന്നതിന് ഹാറൂൺ ബ്രോ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ. അതുപോലെ ഇർഫാൻ എന്തായാലും ഇത്ര നേരം സമയം സ്പെൻഡ് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയും പുതിയ വാഹനങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.